കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി എന്ന് പറയാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 24 വേദികളും ഉണരാൻ സമയമാവുന്നു. എല്ലാ വേദികൾക്കും പേര് നദികളുടെ പേരുകളാണ്. അത് വളരെ മനോഹരമാണ്. കാരണം ഓരോ വർഷവും നമ്മളിങ്ങനെ ഓരോ പേരുകൾ ഉണ്ടാകും, വേദികൾക്ക് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ തീമാറ്റിക് ആയിട്ടുള്ളത് സാധാരണഗതിയിൽ സാഹിത്യകാരന്മാരുടെ പേരുകൾ, സ്ഥലപ്പേരുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ നദികളുടെ പേര് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടാകാം. കുറേ ഞാൻ നോക്കിയിരുന്നു, അപ്പോൾ പ്രജിൻ വേറെ ഒന്നും കണ്ടില്ല. പക്ഷേ ഈ നദികളുടെ പേര് വച്ച് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ ഞാൻ ഇന്നലെ പോയിരുന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയും തയ്യാറാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്കായിട്ട്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു JNUവില് ഹോസ്റ്റലിൽ ഇങ്ങനെ നദികളുടെ പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ ഇന്ന് കാത്തുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് കൗതുക കാഴ്ചകളും മനോഹരമായ ആനന്ദ നടനങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമുണ്ട്. അതിന് നൃത്താവിഷ്കാരം 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുകയും ചെയ്യും. അതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക ഈ കലാമാമാങ്കം. അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 41 കലാകാരന്മാരാണ് അവതരണ നൃത്തത്തിൽ ആദ്യമായി വേദിയിലെത്തുന്നത്. കഥകളി, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, കളരി, ദഫ്മുട്ട്, മാർഗം കളി, ഗോത്രകല എന്നിങ്ങനെ കാഴ്ചയുടെ വർണ്ണവസന്തം തീർക്കുന്നതാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം. ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയത്തിലെയും 44 വിദ്യാർത്ഥികൾ ചേർന്നാണ് വേദിയിലെത്തിക്കുന്നത്. കവാല സാറ് ഒരു ട്യൂണ് തന്നു. ആ ട്യൂണിൻ്റെ അനുസരിച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ചെയ്തു കൊടുത്തു, അത് സെലക്റ്റായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കാര്യമായിട്ട് വരുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകം, പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ കവിതയിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നാളെ കേട്ടതിന് ശേഷം കേൾവിക്കാരാണ് തീരുമാനിക്കേണ്ടത്. വയനാട് വെള്ളാർമല GSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. തുടർന്നാകും വേദികൾ സജീവമാവുക. ടീം 24 തിരുവനന്തപുരം.